രമയാണ് ആ 60 തികഞ്ഞ ആ ഒരിര. അധിക്ഷേപിക്കുന്ന പോസ്റ്റുമായി ഡിവൈഎഫ്ഐ നേതാവ്. ചുട്ട മറുപടിയും. കാലങ്ങളായി CPMന്റെ കണ്ണിലെ കരടാണ് KK രമ. TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയ ശേഷം ശക്തമായി രമ CPMനെതിരെ രംഗത്തെത്തിയതോടെ രമയും CPMലെ കണ്ണിലെ കരടായി. ശേഷം രമയോടായിരുന്നു സഖാക്കളുടെ കലിപ്പ് മുഴുവൻ. ഇതിനായി പലവിധത്തിലാണ് ഇവർ സൈബറിടത്തിൽ അവരെ അധിക്ഷേപം കൊണ്ട് ചൊരിഞ്ഞത്. CPMന്റെ കടുത്ത സൈബർ ആക്രമണങ്ങൾക്ക് പലതവണ ഇരയായിട്ടുണ്ട് രമ. ഇപ്പോഴിത് അവരെ വീണ്ടും അവഹേളിക്കാനുള്ള ശ്രമമാണ് സൈബറിടത്തിൽ സഖാക്കൾ നടത്തുന്നത്. KK രമ MLA അധിക്ഷേപിക്കുന്ന പോസ്റ്റുമായി ഡിവൈഎഫ്ഐ കീഴ്ക്കല്ലിയം യൂണിറ്റ് സെക്രട്ടറിയും വട്ടപ്പാറ ലോക്കൽ കമ്മിറ്റി മെമ്പറുമായ സിനി ജോയാണ് ഇപ്പോൾ രംഗത്തെത്തുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കൊപ്പം ഇരുന്ന രമയുടെ ചിത്രം പങ്കുവച്ചാണ് സിനിയുടെ പോസ്റ്റ്. ഇരയുടെ ഫോട്ടോ പബ്ലിക്കാക്കുന്നതിൽ വിഷമമുണ്ട്, എങ്കിലും ഇരയ്ക്കൊപ്പം നിന്നല്ലേ പറ്റൂ. രമയാണ് ആ 60 തികഞ്ഞ ആ ഒരിര എന്നാണ് സിനി കുറിച്ചത്. എന്നാൽ പോസ്റ്റിന് താഴെ നിരവധി പേരാണ് സിനിക്കെതിരെ രൂക്ഷ വിമർശനവുമായി എത്തിയിരിക്കുന്നത്. കഥ എന്തുമാകട്ടെ, പോസ്റ്റ് ചെയ്തത് ഒരു സ്ത്രീ ആയതിനാൽ ലജ്ജിക്കുന്നു. അത് ഇരയായിരുന്നു. തന്റെ പ്രസ്ഥാനം 51 വെട്ടുവെട്ടിക്കൊന്ന TPയുടെ ഭാര്യ. ശരിയാണ്, രമ ഇരയാണ്. CPMന്റെ നെറുകെട്ട രാഷ്ട്രീയം ചോദ്യം ചെയ്ത ഒഞ്ചിയത്തെ സഖാവ് TPയുടെ ഭാര്യ. TPയെ 51 വെട്ടുവെട്ടിക്കൊന്നത് കോൺഗ്രസ് അല്ല, BJP അല്ല, കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തന്നെ. TP ചെയ്ത തെറ്റ് കമ്മ്യൂണിസം സാധാരണക്കാരിൽ നിന്ന് മാറിപ്പോയപ്പോൾ അതിനെ ചോദ്യം ചെയ്ത് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരെ ഒരുമിപ്പിക്കാൻ നോക്കിയതാണ്. അതിന്റെ ഫലമോ ഒരു മകന് അച്ഛനെ നഷ്ടമായി, ഒരു ഭാര്യയ്ക്ക് ഭർത്താവിന് നഷ്ടമായി. രമ ഒരിര തന്നെ. കമ്മ്യൂണിസ്റ്റ് കാപാലികരുടെ ക്രൂരതയിൽ ഇരയാക്കപ്പെട്ട ഒരു കമ്മ്യൂണിസ്റ്റ് ഇര എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ. വിമർശനം കടുത്തതോടെ ഇവർ പോസ്റ്റ് പിൻവലിച്ചു. അവസരം കിട്ടിയാൽ രമയെ അധിക്ഷേപിക്കുക എന്നത് പതിവാക്കുകയാണ് സഖാക്കളെന്നാണ് ഉയരുന്ന വിമർശനം. രാഹുലിനെതിരെ ലൈംഗിക ആരോപണങ്ങളും പീഡന പരാതിയും ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് പരിഹാസ ചുവയോടെ ഡിവൈഎഫ്ഐ നേതാവ് പോസ്റ്റ് പങ്കുവച്ചത്.